ഇന്നായിരുന്നു നമ്മുടെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം. എന്തായാലും പൊങ്കാലയൊക്കെ നല്ല ഭംഗിയായി തന്നെ പൂർത്തിയായി. എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ വീടുകളിലേക്ക് മടങ്ങി. പക്ഷെ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഈ പൊങ്കാലയ്ക്കിടയിൽ നല്ല രീതിയിൽ പുട്ടുകച്ചവടം നടത്തിയ ചില ആളുകളെ പറ്റിയിട്ടാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ പല ഭാഗങ്ങളിലും കൃത്യമായിട്ട് കുടിവെള്ളം ലഭിക്കുന്നില്ല. ഇതാരാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP നമ്മുടെ കോർപ്പറേഷൻ ഭരണം ഏറ്റെടുത്തതിന് ശേഷം BJPക്ക് നല്ല രീതിയിലുള്ള ചീത്തപ്പേര് വരാൻ വേണ്ടി പല ഭാഗങ്ങളിലോട്ടുമുള്ള വെള്ള സപ്ലൈ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരുപാട് പേര് ഇതിനെതിരെ പരാതി പറഞ്ഞെങ്കിലും ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. ആറ്റുകാൽ പൊങ്കാല കൂടെ വന്നതോടുകൂടി ഇത് BJPക്ക് നല്ല രീതിയിലുള്ള ചീത്തപ്പേരാകുമെന്ന് ഈ ചെയ്ത ആളുകൾ വിചാരിച്ചു. പക്ഷേ BJP അതിനെ വളരെ നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്തത്. കൃത്യമായിട്ടും ഒരുപാട് ടാങ്കർ ലോറികൾ എത്തിച്ചുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലോട്ടും കൃത്യമായ അളവിൽ വെള്ളം സപ്ലൈ ചെയ്ത് ആ ഒരു പ്രശ്നത്തിന് നല്ല രീതിയിലുള്ള പരിഹാരം അവർ കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ഇന്ന് ട്രിവാൻഡ്രത്ത് ഒരു സ്ഥലത്തും വെള്ളത്തിനൊരു ഷോർട്ടേജ് വന്നില്ല. പൈപ്പ് സപ്ലൈ അടച്ചു വെച്ചിരുന്നിട്ട് കൂടി. എന്തായാലും പൊങ്കാലയ്ക്ക് വരുന്ന ആൾക്കാരെ പോലും ഇത്രയും രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ചില ദുഷ്ടശക്തികൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പല ഉൾഭാഗങ്ങളിലും 10 KSRTC ബസ്സൊക്കെയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി ട്രിപ്പ് അടിച്ചത്. എന്നാൽ ഇപ്രാവശ്യം അത് 2 ബസ്സിലേക്ക് ചുരുക്കി. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ മാക്സിമം ബുദ്ധിമുട്ടിക്കുക. അപ്പോൾ ആളുകളൊക്കെ പറയും, പണ്ട് നമ്മുടെ മേയർകുട്ടി ഭരിച്ചിരുന്ന സമയത്ത് കൃത്യമായി ബസ്സെങ്കിലും വന്നിരുന്നു. ഇപ്പോൾ പുതിയ BJP കോർപ്പറേഷൻ ഭരിക്കുന്നത് കൊണ്ടായിരിക്കും ബസ്സിൻ്റെ അളവ് ഇത്രത്തോളം കുറഞ്ഞത്. അത് BJPക്ക് നല്ലൊരു രീതിയിൽ നെഗറ്റീവ് വരും. അതിനുവേണ്ടി മാത്രമായിരിക്കും ഈ ബസ്സിൻ്റെ അളവ് വരെ കൃത്യമായിട്ടും വെട്ടിച്ചുരുക്കിയത്. കഴിഞ്ഞ 5 വർഷം നമ്മുടെ മേയർകുട്ടി ഭരിച്ച് കുളമാക്കിയ കുളത്തിലാണ് ഇപ്രാവശ്യം കൃത്യമായും താമര വിരിഞ്ഞത്. എന്തായാലും വിരിഞ്ഞ താമര നല്ല രീതിയിൽ തന്നെ പ്രകാശത്തോടു കൂടി നിൽക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പ്രകാശം കെടുത്താനൊന്നും ആരും ശ്രമിക്കേണ്ട. എന്തായാലും മേയർകുട്ടി ഇപ്പോൾ വീട്ടിലിരിക്കുന്നത് പോലെ ഇതുപോലത്തെ ചെറ്റത്തരങ്ങൾ കാണിക്കുന്ന എല്ലാവരും കൃത്യമായും അടുത്ത ഇലക്ഷനും കൂടെ കഴിയുമ്പോൾ വീട്ടിൽ പോകും. കാരണം ഭക്തർക്ക് പോലും ഇത്രയും നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സർക്കാർ KSRTC ബസ് വെട്ടിച്ചിരിക്കുന്നു, കുടിവെള്ളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. എന്തായാലും ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ BJP സർക്കാർ നല്ല രീതിയിൽ തന്നെ പരിഹരിച്ചിട്ടുണ്ട്. ഇന്ന് വന്ന ഒരു ഭക്തർക്കും ഒരു ബുദ്ധിമുട്ടും തന്നെ ഉണ്ടായില്ല, പ്രത്യേകിച്ച് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ. എന്തായാലും ഇനിയെങ്കിലും ഇതുപോലത്തെ കൂതറ വേലത്തരങ്ങൾ കാണിക്കാൻ പോകുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഓപ്പോസിറ്റ് സൈഡ് നല്ല രീതിയിൽ കളി അറിയാവുന്ന ആൾക്കാരുണ്ട്. പൊങ്കാല സമയത്ത് പോലും അതിൽ ഉഡായിപ്പ് കലർത്തി അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ നിൽക്കുന്ന ചില ദുഷ്ടശക്തികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അല്ല, നമ്മളിത് ആരോടാണ് പറയുന്നത്? ശബരിമലയിലെ മൊത്തവും സ്വർണ്ണം അടിച്ചു മാറ്റിക്കൊണ്ടുപോയ കള്ളന്മാരോടോ? ഇവന്മാരൊന്നും ഒരു കാലത്ത് നന്നാവാൻ പോണില്ല. വീണ്ടും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അടുത്ത ഇലക്ഷൻ ജയിച്ച് വീണ്ടും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കട്ടുമുടിക്കാനായിരിക്കും അടുത്ത ശ്രമവും. എന്തായാലും ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരാവാതിരിക്കട്ടെ. ഇനിയെങ്കിലും ഈ നാറികളെയൊക്കെ ജയിപ്പിച്ച് അധികാരത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന് പോലും കട്ടുമുടിക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കട്ടെ. പൊങ്കാല സമയത്ത് പോലും വന്ന വണ്ടികളിൽ നിന്ന് അമിതമായി പാർക്കിംഗ് ഫീസ് ഈടാക്കി അവരെ കൊള്ളയടിക്കാൻ ശ്രമിച്ച ചില നാറികളെ നമ്മുടെ മേയർ നല്ല രീതിയിൽ തന്നെ പണി കൊടുത്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു മുഴുവൻ വീഡിയോ ഞാനിവിടെ വയ്ക്കാം. എന്റെ പൊന്നു സാറ് പറഞ്ഞ അതിനപ്പുറം ഒരു വാക്ക് ചെയ്യത്തില്ല. സാറ് പറഞ്ഞ ഒരു വാക്ക് ഞാൻ നാളെ കോർപ്പറേഷൻ ഓഫീസിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരാൻ മതിയോ? വേണ്ട സാറേ, പ്ലീസ് സാർ, സാർ എഴുതണ്ട സാർ. എന്റെ പൊന്നു സാറിനാണ് എഴുതണ്ട. കോർപ്പറേഷൻ ലൈസൻസ് എടുക്കണം. നിങ്ങളുടെ മുമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുക. മീഡിയ എല്ലാം ഒരു ആൾട്ടോ കാർ കൊണ്ടിടുന്നതിന് 400 രൂപ വാങ്ങിക്കുന്നത്. ഒരു പൊങ്കാല ഇദ്ദേഹത്തിന് 400 രൂപ ആരാ മാറ്റം? ചേട്ടാ, ഒരു മാനായിട്ടുള്ള റേറ്റ് മേടിക്കുക. 10 വരുന്നവരായത് കുഴപ്പമില്ല. ഞങ്ങൾ ഈ ടാക്സി ഓടി വരുന്നിടത്തുനിന്നേ ഇത്രയും 400 രൂപ മേടിക്കുന്നത് നിസ്സാര കാര്യമാണ്. ഇന്ന് വന്ന് നാളെ പൊങ്കാലടുത്ത് പോകുന്നു. അത് 3 ദിവസം അങ്ങനെ ആവുന്നത്. ലൈസൻസ് ഇല്ലാതെ ചെയ്യത്തുള്ളൂ. ലൈസൻസ് ഇല്ലാതെ നടത്താം. ഒരു ദിവസം എല്ലാം നേരത്തെ അത്രയും സാറേ. 5 ദിവസം വരെ മഴയൊക്കെ ഇവിടെ നിന്ന് സാറിന് ചോദിച്ചു നോക്കുന്നു സാറേ. 50 രൂപയിൽ കൂടെ 5 പൈസ മേടിച്ചില്ലേ സാറേ? അല്ല, ഇന്നലെ തൊട്ട് മഴ ചോദിച്ചത് സാറേ. ലൈസൻസ് ഇല്ലാതെ നടത്താറില്ല. ആരായാലും
കോർപ്പറേഷൻ ലൈസൻസ് ഉണ്ട്. ലൈസൻസ് ഞങ്ങളുമായിട്ട് റേറ്റ് ആ റേറ്റ് വാങ്ങിച്ചോ. അങ്ങോട്ട് അപ്ലൈ ചെയ്യണം. അല്ലല്ല, കാറിന് എത്ര രൂപ? ഇപ്പൊ തന്നെ വരാം. കാറിന് എത്ര രൂപ? കാറിന് ഇങ്ങനെ തൊട്ട് സാർ 50-100 രൂപ. ഇങ്ങനെ തൊട്ടില്ല, അങ്ങനെ കാറിന് അത് കുഴപ്പമില്ല. സാർ പറഞ്ഞ പൈസ